പരിപാടി ഞാൻ നേരത്തെ തന്നെ എത്തി. വളരെ സന്തോഷമായിരുന്നു, വളരെ ഫലപ്രദമായിരുന്നു. അതുപോലെ തന്നെ ഞാനിതിൽ നാലാമത്തെ ക്ലാസ്സാണ്. ഓരോ സമയത്ത് വരുമ്പോഴും ഓരോ വ്യത്യസ്തമായ ആളുകളാണ് പരിചയപ്പെടുന്നത്. ആദ്യം വന്ന സമയത്തുള്ളത് പിന്നെ കണ്ടിട്ടില്ല, രണ്ടാമത്തെ സമയത്തുള്ളത് മൂന്നാമതും കണ്ടില്ല. ഇപ്പം 2 പുതിയ ആളുകളാണ്. ഓരോ ആളുകളൊക്കെ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വരുൺ ഇത്ര ചെറുപ്പക്കാരായ കുട്ടികൾ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വന്ന് നമ്മൾ കാണാറില്ല. നമ്മളിപ്പോൾ അധികം ഇവിടെ വന്നതും കാണുന്നതൊക്കെ വെച്ചാൽ മധ്യവയസ്കരും അതിൻ്റെ മുകളിലുള്ള ആളുകളാണ്. ഞാൻ എന്നോട് ചോദിച്ചു കല്യാണം കഴിച്ചിട്ടുണ്ടോ, വളരെ ചെറുപ്പമാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഇത്രയും ചെറുപ്പക്കാർ കുട്ടികൾ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഒന്നും അങ്ങനെ വന്ന് കാണാറില്ല. അധികം കുട്ടികളും ഈ അരാഷ്ട്രീയവാദികളാണ്. ഇവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പുച്ഛാണ്. വോട്ട് ചെയ്യാൻ വരെ മടിയുള്ള ഒരു കാലഘട്ടമാണ്. അതാണ് ഇന്ന് നമ്മൾ ചെറുപ്പക്കാരിൽ കാണുന്ന വലിയൊരു കുഴപ്പത്തിന് കാരണവും അത് തന്നെയാണ്. ഏതായാലും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ പരിപാടി വളരെ നന്നായിരുന്നു, ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായി സംസാരിച്ചു. ഇനിയും ഇത് മുന്നോട്ട് പോകാൻ നമുക്കും അതുപോലെ അതാണ് ഫൈസൽ സാറിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാ ഭാവുകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. മൂസാജി ഒപ്പം പോരാൻ നിന്നതാണ്. ബസ് ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ പെട്ട് കുറച്ച് നേരം വഴുകി, അതുകൊണ്ടാണ് ഒപ്പം പോരാതായത്. തീർച്ചയായും സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞത് എന്നെ പറ്റിയായിരുന്നു ക്ലാസ്. സെൽഫ് ഇമേജ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവർക്കും ജീവിതത്തിൽ വിജയിക്കാനും ഉതകുന്ന ഒരു ക്ലാസ്സാണ്. ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഫീഡ്ബാക്ക് പറയുമ്പോൾ ഇന്ന് രാവിലെ 10:00 നമ്മളെല്ലാം ഇവിടെ എത്തിച്ചേർന്നു. ഒരുമിച്ച് ഞാനും പിന്നെ വരുണൊക്കെ ഒരുമിച്ച് തന്നെ വരാൻ കരുതിയിട്ടുണ്ട്. പക്ഷേ വരുൺ ഒരു 10 മിനിറ്റ് വൈകി. പിന്നെ നമ്മളെ മൊയ്തീൻ സാഹിബിനെ ഇവിടെ വന്ന് പരിചയപ്പെട്ടു. മൊയ്തീൻ സാഹിബ് 10:00 എത്തിയല്ലോ ഇവിടെ അല്ലേ? എത്തി. അപ്പോൾ എല്ലാവർക്കും ആ സമയത്ത് തന്നെ എത്താൻ കഴിഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും പരിചയപ്പെടുത്തി, പേര് പറഞ്ഞു, വീട് പറഞ്ഞു, നമ്മളെ ജോലി പറഞ്ഞു, എല്ലാം പരിചയപ്പെടുത്തി. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചോദ്യങ്ങളൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ചോദ്യങ്ങൾക്കൊക്കെ ശരിയായ മറുപടി പറഞ്ഞു. അതെല്ലാം വളരെ ഭംഗിയായി. അതിനുശേഷം നമ്മൾ സെൽഫ് ഇമേജ്, ഇന്ന് ഒരുപാട് ആളുകൾ നമ്മളെ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ ഇതിനെപ്പറ്റി ദിവസം ചർച്ച ചെയ്തിട്ട് അവർ ഫീഡ്ബാക്ക് ഇതിലൊക്കെ പറയുന്നുണ്ട്. നമ്മളെ വാട്സപ്പിൽ കാണും. ഞാനിപ്പോൾ 2 ഇതിൽ നിന്ന് ഇങ്ങനെ പഠിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ദിവസങ്ങൾ പോകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് നെഗറ്റീവ്, പോസിറ്റീവ്. നമ്മൾ ചില വീട്ടിൽ നിന്നൊക്കെ നമ്മളോട് ചിലപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് അത് വേണ്ട, ഇത് ചെയ്യണ്ടെന്നൊക്കെ പറയുമല്ലോ. പക്ഷേ നമ്മളൊന്നും കൂടി ചിന്തിക്കുക, നമ്മളെ ഉപബോധ മനസ്സ്. അപ്പോൾ നമുക്ക് അറിവ് കിട്ടാൻ സ്കൂളിൽ പോയിട്ട് പഠിച്ചാൽ അറിവ് കിട്ടും. തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നമ്മളൊന്നും കൂടി ആലോചിച്ച്, അതാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മളെ ഉപബോധ മനസ്സ് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യം ശ്രദ്ധിച്ച് കുറച്ച് അകലത്തെ കാഴ്ച കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഈ സാറിൻ്റെ ഈ ക്ലാസ്സിൽ ഇതിന് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഈ ഒരു 450 ഉറുപ്പ്യാണ് എത്ര ഉള്ളത്, 49 ഉറുപ്പ്യ ആകെയുള്ള അതിൻ്റെ ചിലവ്. എനിക്ക് 400-500 ഓർമ്മ വരുള്ളൂ. ഞാൻ ഈ ചെറിയ പൈസ ഞാനിത് ഇതിലൂടെ ചേരാൻ പറയുമ്പോൾ തന്നെ അപ്പം തന്നെ നിങ്ങളെ ചേർത്തളി പറഞ്ഞു. കാരണം ഇതൊരു സംഖ്യ അല്ല, ഒരു ചായ ഒരു പലഹാരം കഴിക്കുന്ന സംഖ്യ. ആളുകൾക്കാണെങ്കിലോ ഇത് വലിയൊരു, ഞാൻ പറഞ്ഞുതരാം, ഒരുപാട് കാര്യങ്ങൾ ഓരോ വീട്ടിലും. ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ തന്നെ ഇപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വരുമ്പോഴും അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഭാര്യയൊക്കെ വേണ്ട ഞങ്ങളിപ്പോൾ ഈ മാത്തൊന്നും അതിന് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെയാണ് മുടക്കും. നമ്മളിവിടെ സുഖമായിട്ട് ഇവിടെ എവിടെ മഴ എന്ത് മഴ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറ്റുന്ന നമ്മളെ മനസ്സിലൊരു ആത്മവിശ്വാസം, നമ്മൾ പോസിറ്റീവായി കാണുക എന്നുള്ളത് തന്നെ, അതാണ് വിജയിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒന്നും കൂടി ആലോചിക്കുക. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഈ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഭവമാണ്. നമ്മളെ ജീവിതത്തിൽ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാട്ടെ.